ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിംപ്ലി ഫോക്കസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഇംഗ്ലീഷിലെ ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ജവഹർലാൽ നെഹ്റു റൈറ്റ്സ് അബൌട്ട് ദ ടൈംലി അറൈവൽ ഓഫ് ഗാന്ധിജി ടു ഇന്ത്യൻ പൊളിറ്റിക്സ് ഇൻ ഹിസ് ബുക്ക് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ. ജവഹർലാൽ നെഹ്റു എഴുതിയ ബുക്കാണ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഈ ബുക്കിൽ അദ്ദേഹം വിവരിക്കുന്നത് ഗാന്ധിജി ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് വന്ന ആ കറക്റ്റ് സമയത്തുള്ള ഗാന്ധിജിയുടെ ഇന്ത്യൻ പൊളിറ്റിക്സിലേക്കുള്ള ആ വരവിനെ, ആ എൻട്രിയെ വിവരിച്ച് എഴുതുന്ന ബുക്കാണ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഹി എംഫസൈസസ് ദ ഡൈനാമിക് ലീഡർഷിപ്പ് ഓഫ് ഗാന്ധി. അതായത് ഗാന്ധിജിയുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒന്നായിരുന്നു. അപ്പോൾ അതിനെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ബുക്ക് എഴുതുന്നത്. He describes Gandhiji as a beam of light that removed the darkness. അന്ധകാരത്തിനെ എടുത്തു കളഞ്ഞ് ഒരു പ്രകാശരശ്മി പോലെയാണ് ഗാന്ധിജി എന്ന് അദ്ദേഹം ഈ ബുക്കിൽ വിവരിക്കുന്നുണ്ട്. നെഹ്റു ദസ് മേക്സ് ദ റൈറ്റ് അസസ്മെൻറ്റ് ഓഫ് ഗാന്ധിജി. അതുകൊണ്ട് തന്നെ ശരിയായ ഒരു വിലയിരുത്തൽ, ഗാന്ധിജിയെക്കുറിച്ച് വളരെ ശരിയായിട്ടുള്ളൊരു വിലയിരുത്തലാണ് നെഹ്റു ഇവിടെ നമുക്ക് തരുന്നത്. When the First World War came to end, people expected peace, relief and progress. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച സമയത്ത് നമ്മുടെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് സമാധാനവും അതുപോലെ തന്നെ പല നല്ല നല്ല മാറ്റങ്ങളും ഉണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. ബട്ട് ഇറ്റ് ബ്രോട്ട് റെപ്രസീവ് റൂൾ ആൻഡ് മാർഷ്യൽ റൂൾ. അതായത് നമ്മുടെ ഈ വേൾഡ് വാർ കഴിഞ്ഞ സമയത്ത് സമാധാനമൊക്കെ എക്സ്പെക്റ്റ് ചെയ്താണ് നമ്മുടെ പീപ്പിൾ ഇരുന്നത്. നമ്മുടെ ജനങ്ങൾ ഒരുപാടധികം പുരോഗമനമൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അത് കൊണ്ടുവന്നത് ഒന്നുകൂടി അടിച്ചമർത്തുന്ന രീതിയിലുള്ള കർശനമായിട്ടുള്ള നിയമങ്ങളായിരുന്നു കൊണ്ടുവന്നത്. പീപ്പിൾ ഫെൽറ്റ് ദാറ്റ് ദേ വേ ബീങ് ഹ്യൂമിലേറ്റഡ്. ആളുകൾക്ക് അവരെന്താണ് അടിച്ചമർത്തപ്പെടുന്നത് പോലെ അവർക്ക് തോന്നി. ലാർജ് നമ്പേഴ്സ് ഓഫ് പീപ്പിൾ ബിക്കെയിം അൺഎംപ്ലോയിഡ്. ഒരുപാടധികം ആൾക്കാർക്ക് തൊഴിലില്ലാത്തൊരവസ്ഥ ആ സമയത്ത് വേൾഡ് വാർ കഴിഞ്ഞ സമയത്തുണ്ടായി. പീപ്പിൾ വെയർ ഇൻ ഗ്രേറ്റ് കൺഫ്യൂഷൻ. ദേ ഡിഡ് നോട്ട് നോ ഹൗ ടു ഫ്രീ ഇന്ത്യ ഫ്രം പോവേർട്ടി ആൻഡ് മിസറി. ആൾക്കാർ ആ സമയത്ത് വളരെയധികം ഒരു വലിയ കൺഫ്യൂഷനിൽ പെട്ടുപോയിരുന്നു. അവർക്ക് വളരെയധികം ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്ന സമയമായിരുന്നു. അതായത് ആ സമയത്ത് ഇന്ത്യയിൽ വളരെ രൂക്ഷമായിട്ട് നിന്നൊരു പ്രശ്നമായിരുന്നു പോവേർട്ടിയും മിസറിയും, ദാരിദ്ര്യവും കഷ്ടപ്പാടുമൊക്കെ. അപ്പോൾ ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ ഇന്ത്യയെ എങ്ങനെ മോചിപ്പിക്കുമെന്ന് ആളുകൾക്ക് അറിയില്ലായിരുന്നു. ഇറ്റ് വാസ് അറ്റ് ദിസ് ക്രിട്ടിക്കൽ പീരീഡ് ദറ്റ് ഗാന്ധിജി കെയിം. ആ സമയത്താണ് ഗാന്ധിജി വരുന്നത്. ഇത്രയും ക്രൂഷ്യലായിട്ടുള്ളൊരു സമയത്താണ് ഗാന്ധിജി വരുന്നത്. ഇറ്റ് വാസ് ലൈക്ക് എ പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ. അതായത് ഒരു ശക്തമായ ശുദ്ധമായ കാറ്റ് വീശിയതുപോലെയായിരുന്നു ഗാന്ധിജിയുടെ ആ വരവ്. ഇറ്റ് പിയേഴ്സ് ദ ഡാർക്ക്നെസ് ദാറ്റ് സറൗണ്ടഡ് ദ പീപ്പിൾ ആൻഡ് ഹി തോട്ട് ദ ലെസൺസ് ഓഫ് ഫിയർലെസ്നെസ് ആൻഡ് നോൺ വയലൻസ്. ഈ പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ആ ഫിയർലെസ്നെസ് ആൻഡ് നോൺ വയലൻസ് എന്ന് പറയുന്ന ആ കീ വേർഡ്സ് നിങ്ങളുടെ പേപ്പറിൽ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ആൻസർ എഴുതിയാലും എഴുതാവുന്ന 2 കീ പോയിൻറ്റ്സ് ആണ്. അതിൽ പറയുന്നത് എന്താണ്? ഇറ്റ് പിയേഴ്സ് ദ ഡാർക്ക്നെസ് ദാറ്റ് സറൗണ്ടഡ് ദ പീപ്പിൾ ആൻഡ് ഹി തോട്ട് ദ ലെസൺസ് ഓഫ് ഫിയർലെസ്നെസ് ആൻഡ് നോൺ വയലൻസ്. അതായത് ഉണ്ടായിരുന്ന ആ ഒരു അന്ധകാരത്തിനെ, ഇരുട്ടിനെയെല്ലാം മായ്ച്ചു കളഞ്ഞത് ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ്. അതുപോലെ ഗാന്ധിജി പഠിപ്പിച്ചത് എന്തൊക്കെ പാഠങ്ങളായിരുന്നു? ഫിയർലെസ്നെസ്സും നോൺ വയലൻസും. ഫിയർലെസ്നെസ് എന്ന് പറഞ്ഞാൽ ഭയമില്ലായ്മയും, നോൺ വയലൻസ് അറിയാലോ, അഹിംസയുമൊക്കെയാണ് ഗാന്ധിജി പഠിപ്പിച്ചു തന്നത്. ഗാന്ധിജി വാസ് ആൻ ഓർഡിനറി മാൻ. ഹി വാസ് വൺ അമംഗ് അസ്. ഗാന്ധിജി എന്താണ്? സാധാരണ മനുഷ്യരെ പോലെ വളരെ ഓർഡിനറി ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു, സാധാരണപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. അതുപോലെ നെഹ്റു പറയുന്നത് എന്താണ്? നമ്മളിൽ ഒരാളായിരുന്നു ഗാന്ധി എന്നും നെഹ്റു പറയുന്നുണ്ട്. He exhorted the people to stop their exploitation. His teachings instilled fearlessness and truth. He worked for the welfare of the common man. ഗാന്ധിജി എന്താണ്? ആളുകളെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കാൻ വേണ്ടി പോരാടിയിരുന്നു. അതുപോലെ തന്നെ ഗാന്ധിജി പഠിപ്പിച്ചത് ഫിയർലെസ്നെസ്സും ട്രൂത്തുമായിരുന്നു. അതായത് ഭയമില്ലായ്മയും സത്യവും. അതുപോലെ തന്നെ എന്താണ്? സാധാരണ മനുഷ്യരുടെ പുരോഗതിക്കും ഉന്നമനത്തിനും വേണ്ടിയൊക്കെയാണ് ഗാന്ധിജി പ്രവർത്തിച്ചിരുന്നത്. വെൽഫെയർ ഓഫ് ദ കോമൺ മാൻ.
When Gandhiji became the leader of the people, fear was disappeared to a large extent. ഗാന്ധിജി ജനങ്ങളുടെ നേതാവായിട്ട് വന്ന സമയത്ത് അന്നുണ്ടായിരുന്ന ഭയം, അതായത് ആ പേടിയൊക്കെ വളരെ വലിയ തോതിൽ തന്നെ ഇല്ലാണ്ടായി എന്ന് നെഹ്റു പറയുന്നുണ്ട്. ട്രൂത്ത് ഫോളോഡ് ഫിയർലെസ്നെസ്. സത്യം ഭയമില്ലായ്മയെ പിന്തുടർന്നു എന്നാണ് നെഹ്റു ഈ ബുക്കിൽ പറയുന്നത്. ട്രൂത്ത് ഫോളോഡ് ഫിയർലെസ്നെസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇറ്റ് വാസ് ലൈക്ക് എ സൈക്കോളജിക്കൽ ചേഞ്ച്. ദർ വാസ് എ സൈക്കോളജിക്കൽ റിയാക്ഷൻ ഓൾസോ. അത് ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു മാറ്റം അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ളൊരു റിയലൈസേഷനും അതിനുശേഷം അവിടെ വന്നു തുടങ്ങി. പീപ്പിൾ ഫെൽറ്റ് അഷെയിംഡ് ഓഫ് ബീങ് അണ്ടർ ഫോറിൻ റൂൾ. അതായത് ഒരു വിദേശ ഭരണത്തിൻ്റെ ഇതിലാണ് തങ്ങൾ, ഒരു വിദേശ ഭരണത്തിന് കീഴിലാണ് ജനങ്ങൾ എന്നുള്ളൊരു തോന്നൽ ജനങ്ങളുടെ ഉള്ളിൽ എന്താണ്, ഒരു നാണക്കേട് തോന്നിപ്പിച്ചു. ഹിയർ കെയിം എ നീഡ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ പീപ്പിൾ ടു ത്രോ അവേ ദ ഫോറിൻ റൂൾ. അങ്ങനെ ഈ ഒരു തോന്നൽ കാരണം ആളുകളുടെ മനസ്സിൽ വന്ന രണ്ടാമത്തെ ഒരു തോന്നലാണ്, അതായത് എങ്ങനെയും വിദേശ ഭരണം രാജ്യത്തിൽ നിന്ന് മാറ്റണമെന്നുള്ളൊരു തോന്നലും വന്നു. ഗാന്ധിജി ഇൻഫ്ലുവൻസ്ഡ് മില്യൺസ് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ഇൻ ഡിഫറെൻറ്റ് ഡിഗ്രീസ്. ഗാന്ധിജി ഇന്ത്യയിൽ ഒരുപാട് കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. ഈ ജനങ്ങളെല്ലാം പല വിധത്തിലാണ് ഗാന്ധിജി ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. ഡിഫറെൻറ്റ് പീപ്പിൾ റിയാക്റ്റഡ് ഡിഫറെൻ്റ്ലി അറ്റ് ദ സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനിൽ പല ആൾക്കാരും പല രീതിയിലാണ് സിറ്റുവേഷൻസിനോട് പ്രതികരിച്ചിരുന്നത്. സം പീപ്പിൾ വെർ റെഡി ടു കോംപ്രിഹെൻഡ് ദ ചേഞ്ച്. കുറച്ച് പേരെന്താണ്, ആ മാറ്റം അംഗീകരിക്കാൻ തയ്യാറായി. അതേഴ്സ് വെർ നോട്ട് റെഡി ടു ഹാവ് എ ടോട്ടൽ ചേഞ്ച്. എന്നാൽ കുറച്ച് പേരെന്താണ്, ആ മാറ്റം അംഗീകരിക്കാൻ തയ്യാറല്ലാതെ മാറി നിന്നവരുമുണ്ട്. അറ്റ് ദിസ് ടൈം ഗാന്ധിജി കെയിം വിത്ത് എ ടു ഫോൾഡ് ആക്ഷൻ. ഈ സമയത്താണ് ഗാന്ധിജി ഒരു ടു ഫോൾഡ് ആക്ഷനുമായിട്ട് വരുന്നത്. വൺ വാസ് ടു ചലഞ്ച് ആൻഡ് റെസിസ്റ്റ് ദ ഫോറിൻ റൂൾ ആൻഡ് ദ അതർ വാസ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് അവർ സോഷ്യൽ ഈവൽസ്. ഗാന്ധിജി രണ്ട് കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ വിദേശ ഭരണം, ആ ഫോറിൻ റൂളിനെ എതിർക്കാനും അവസാനിപ്പിക്കാനും വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടം. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന പല സോഷ്യൽ ഈവിൽസ് ഉണ്ട്, സാമൂഹിക തിന്മകളുണ്ടായിരുന്നു, അതിനെതിരെ പോരാടാൻ വേണ്ടിയിട്ടായിരുന്നു. നമുക്കറിയാം പണ്ടത്തെ കാലത്ത് ഒരുപാടധികം സോഷ്യൽ ഈവൽസ് ഉണ്ട്. അൺടച്ചബിലിറ്റിയും അതുപോലെ തന്നെ എന്താണ് ഈ സതി, ചൈൽഡ് മാരേജ്, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ പൊരുതാനും ഗാന്ധിജി എന്താണ് ജനങ്ങളെ പ്രേരിപ്പിച്ചു. അറ്റ് ദിസ് ടൈം ദ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ് ഓഫ് ദ കോൺഗ്രസ് വാസ് ടു അറ്റൈൻ പൊളിറ്റിക്കൽ ഫ്രീഡം. ഈ സമയത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് പൊളിറ്റിക്കലി, രാഷ്ട്രീയപരമായിട്ട് സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതായിരുന്നു. ആസ് എ റിസൾട്ട് ഓഫ് ഗാന്ധിജീസ് ഇൻഫ്ലുവൻസ് സെവറൽ പീപ്പിൾ വെർ റെഡി ടു ഗീവ് അപ്പ് ദെയർ ടൈറ്റിൽസ്. പീപ്പിൾ ഡിഡ് നോട്ട് റെസ്പെക്ട് ബ്രിട്ടീഷ് ടൈറ്റിൽസ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ടായിട്ട്, ഗാന്ധിജിയുടെ ഇടപെടലിൻ്റെ ഒരു റിസൾട്ടായിട്ട് ഒരുപാട് ആൾക്കാർ അവർക്ക് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന പല പദവികളും വിട്ടുകൊടുക്കാൻ, അത് വേണ്ട എന്നുള്ള രീതിയിൽ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായി. ആളുകൾ ആ സമയത്ത് ബ്രിട്ടീഷുകാരുടെ ടൈറ്റിൽസ്, ബ്രിട്ടീഷുകാർ നൽകുന്ന ഒരു പദവികളെയും റെസ്പെക്റ്റ് ചെയ്തിരുന്നില്ല. ന്യൂ വാല്യൂസ് ആൻഡ് എ ന്യൂ വേ ഓഫ് ലൈഫ് വെർ ഇംപ്ലിമെൻറ്റഡ് വിത്ത് ദ പവർഫുൾ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധി. ഗാന്ധിജിയുടെ വരവോടുകൂടി, അദ്ദേഹത്തിൻ്റെ പവർഫുള്ളായിട്ടുള്ള ലീഡർഷിപ്പോട് കൂടി ജീവിതത്തിന് പുതിയ വാല്യൂസ്, പുതിയ മൂല്യങ്ങളും അതുപോലെ ഒരു പുതിയ ജീവിത ശൈലിയും പുതിയ ഒരു ജീവിതവും, ന്യൂ വേ ഓഫ് ലൈഫും അവർക്ക് മുൻപിൽ ഉണ്ടായി. മെനി പീപ്പിൾ അഡോപ്റ്റഡ് സിംപ്ലർ വേസ് ആൻഡ് വോർ സിമ്പിൾ ഡ്രസ്സസ്. അപ്പം ഒരുപാട് ആളുകൾ എന്താണ് സിമ്പിളായിട്ടുള്ള ജീവിത രീതികൾ തിരഞ്ഞെടുത്തു, അതുപോലെ സിമ്പിളായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാനും അവർ തയ്യാറായി. ഗാന്ധിജി ഹാഡ് ഹിസ് ഓൺ ഐഡിയാസ് ആൻഡ് ഡ്രീംസ് ഓഫ് ഫ്രീ ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ച്, സ്വതന്ത്ര ഭാരതത്തിനെക്കുറിച്ച് ഗാന്ധിജിക്ക് ഒരുപാടധികം ഐഡിയാസും ഡ്രീംസും ഉണ്ടായിരുന്നു. തൻ്റേതായ ഒരുപാട് ഐഡിയാസും സ്വപ്നങ്ങളും ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. ഹീ സെൻറ്റ് വോളണ്ടിയേഴ്സ് ഫോർ ദ റീഹാബിലിറ്റേഷൻ ഓഫ് ഇന്ത്യൻ വില്ലേജസ്. ഇന്ത്യൻ വില്ലേജസിൻ്റെ പുനർനിർമ്മാണത്തിന് അല്ലെങ്കിൽ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ഒരുപാട് വോളണ്ടിയേഴ്സിനെ അദ്ദേഹം സെൻഡ് ചെയ്തു. ദീസ് മെസ്സഞ്ചേഴ്സ് ഹെൽപ്പ് ദ ഇന്ത്യൻസ് ടു കം ഔട്ട് ഓഫ് ദെയർ ഷെൽസ്. ഇങ്ങനെ പോയ ഈ മെസ്സഞ്ചേഴ്സാണ് ഒരുപാട് ഇന്ത്യൻസിനെ അവരുടെ ഷെല്ലുകൾ ബ്രേക്ക് ചെയ്ത്, അവരുടെ കംഫർട്ട് സോൺസ് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് രാജ്യത്തിന് വേണ്ടി പോരാടാൻ വേണ്ടി വരാൻ തയ്യാറായത് ഇങ്ങനെ ഈ മെസ്സഞ്ചേഴ്സിൻ്റെ ഹെൽപ്പോടു കൂടിയായിരുന്നു.
He wanted to make India a place without any class distinction and rigid caste systems. അതുപോലെ ഗാന്ധിജിക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള സ്വപ്നമെന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ക്ലാസ് ഡിസ്റ്റിങ്ഷൻസോ കാസ്റ്റ് സിസ്റ്റമോ ഇല്ലാത്തൊരു രാജ്യമായിരുന്നു. അതായത് ഒരു രീതിയിലും വേർതിരിവുകളില്ലാത്ത, അല്ലെങ്കിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ കളറിൻ്റെയോ എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരു വേർതിരിവുമില്ലാത്തൊരു രാജ്യമായിരുന്നു ഗാന്ധിജി സ്വപ്നം കണ്ടത്. According to him, an ideal India would be free from the curse of untouchability, intoxicating drinks and drugs. ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ ഇന്ത്യ ഫ്രീ ആകണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മാറണം. അതെന്തൊക്കെയാണ്? ഒന്ന്, അൺടച്ചബിലിറ്റി. ഈ നമ്മൾ പണ്ടത്തെ ഇതിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, കാസ്റ്റ് സിസ്റ്റത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അൺടച്ചബിലിറ്റിയുടെ മലയാളം വാക്ക് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഈ അൺടച്ചബിലിറ്റി മാറ്റുക. അതുപോലെ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സും ഡ്രഗ്സും ഇന്ത്യയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണൽ ലൈഫിനെ തന്നെ വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഡ്രിങ്ക്സും ഡ്രഗ്സും എല്ലാം ഒഴിവാക്കാനും ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നു. Nehru says that Gandhiji was truly proud of his Hindu inheritance. He tried to give Hinduism a kind of universal attires which included all religions. നെഹ്റു പറയുന്നുണ്ട്, ഗാന്ധിജി ഹിന്ദുയിസത്തിൽ വളരെയധികം പ്രൗഡായിരുന്നു. അദ്ദേഹം ഹിന്ദുയിസത്തിലേക്ക് ഒരുപാടധികം ഒരു യൂണിവേഴ്സൽ അറ്റയർ, അതായത് മൊത്തത്തിൽ എല്ലാ റിലീജിയൻസിനെയും ഇൻക്ലൂഡ് ചെയ്യിക്കുന്ന രീതിയിലുള്ളൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇന്ത്യൻ കൾച്ചർ അക്കോർഡിംഗ് ടു ഗാന്ധിജി ഇസ് എ ഫ്യൂഷൻ ഓഫ് ഓൾ. ദസ് ഗാന്ധിജി അട്രാക്റ്റഡ് ദ കോമൺ പീപ്പിൾ ഓഫ് ഇന്ത്യ ലൈക്ക് എ മാഗ്നറ്റ്. ഇന്ത്യൻ കൾച്ചർ ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിലെന്ന് പറഞ്ഞാൽ എല്ലാ കൾച്ചേഴ്സിൻ്റെയും കൂടി ഒരു ഫ്യൂഷനാണ്. എല്ലാ കൾച്ചറും കൂടി ചേർന്നൊരു കൾച്ചറാണ് ഇന്ത്യൻ കൾച്ചറെന്ന് ഗാന്ധിജിയുടെ കാഴ്ചപ്പാടെന്ന് നെഹ്റു പറയുന്നുണ്ട്. Thus, Gandhiji attracted the common people of India like a magnet. ഗാന്ധിജി അതുകൊണ്ട് ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ ഒരു കാന്തം പോലെ ആകർഷിച്ചു എന്നാണ് നെഹ്റു പറയുന്നത്. He was a link between the past and the future. പാസ്റ്റിലും ഫ്യൂച്ചറിലെയും കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് ആയിരുന്നു മഹാത്മാഗാന്ധി എന്ന് നെഹ്റു പറയുന്നുണ്ട്. അതായത് പഴയ കാലത്തെയും ഭൂതകാലത്തെയും അതുപോലെ ഭാവി കാലത്തെയും കണക്ട് ചെയ്യുന്നൊരു ലിങ്കായിരുന്നു മഹാത്മാഗാന്ധി എന്നാണ് ഇവിടെ പറയുന്നത്. ഹി എഫക്റ്റഡ് എ സൈക്കോളജിക്കൽ റെവല്യൂഷൻ ഈവൻ അമംഗ് ഹിസ് ഒപ്പോണൻസ്. അതായത് ഗാന്ധിജിയെ കാരണം ഒരു സൈക്കോളജിക്കൽ റെവല്യൂഷൻ ഗാന്ധിജിയുടെ എതിർത്ത് നിൽക്കുന്ന ആൾക്കാരിൽ പോലും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരുന്നു. Here in this place Nehru talks about the power of Gandhiji very sincerely. അപ്പോൾ ഇവിടെ ഗാന്ധിജിയുടെ ഈ ഒരു വർക്കിനകത്ത് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ലിറ്റററി വർക്കിൽ, അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ ഈ ഒരു ബുക്കിൽ ഗാന്ധിജിയുടെ പവറിനെ കുറിച്ച് വളരെ സിൻസിയറായിട്ടാണ് പറയുന്നത്. We get a clear picture of Gandhi's influence on the Indian people and Indian mind. ഇന്ത്യയിലെ ജനങ്ങളെക്കുറിച്ചും ഇന്ത്യൻ കാഴ്ചപ്പാടിനെക്കുറിച്ചും ഗാന്ധിജിയുടെ ഇൻഫ്ലുവൻസിൻ്റെ ഒരു ക്ലിയർ പിക്ചർ നമുക്കങ്ങനെ കിട്ടുന്നുണ്ട്. We understand the fact that Gandhi was a leader not in words but in deeds, and thereby occupies a place in the heart of all Indians. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്? ഗാന്ധിജി വെറുതെ വാക്കുകൾ കൊണ്ട് സംസാരിച്ച് പോയിരുന്ന ഒരു ലീഡർ ആയിരുന്നില്ല, മറിച്ച് പ്രവർത്തികൾ കൊണ്ട് മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു ലീഡറായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ഇന്ത്യൻസിൻ്റെയും ഹാർട്ടിൽ ഒരു പ്രത്യേക സ്ഥാനം ഗാന്ധിജിക്ക് എപ്പോഴും ഉണ്ടാകുമെന്ന് നെഹ്റു ഈ വർക്കിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറിയാണ് നമ്മളിപ്പോൾ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനൊക്കെ തന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് വിട്ടിരുന്നാൽ നമുക്ക് നിങ്ങളുടെ ക്ലാസ് നിങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തുന്നതെന്ന് മനസ്സിലാക്കാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് മനസ്സിലാക്കാനും സാധിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ പോകുന്നു. ബൈ.